മലങ്കര എന്നുള്ള പദം പണ്ട് തൊട്ടേ ഈ നമ്മുടെ നാടിന്, മലയാളം ഉപയോഗിക്കുന്ന നാടിന് വിദേശത്ത് പോലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പദമാണ്. സുറിയാനി മേഖലയിൽ പോലും മലങ്കര എന്നുള്ള പദം വളരെ പോപ്പുലർ ആയിരുന്നു. അപ്പം ആ പദം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെ ബൈബിളിന് പേരിടേണ്ടത് അച്ഛനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയൊന്നും പേരിട്ടിട്ടില്ല. ഇപ്പം സുറിയാനി പെഷീത്ത, അത് സ്വാഭാവികമായിട്ടും സിമ്പിൾ എന്നുള്ള അർത്ഥത്തിൽ ഒരു കോമൺ മാന് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ബൈബിൾ സുറിയാനി പരിഭാഷയായിട്ട് അങ്ങ് വന്നു. അപ്പോൾ ലത്തീൻ പരിഭാഷ വോൾഗാത്ത, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാൾഗേറ്റ് എന്ന് പറയുന്നത്, അതും ഇങ്ങനെ കാഷ്വലായിട്ട് വന്ന ഒരു പേര് ഇടിലായിരുന്നു. സെപ്റ്റുജിൻ്റ്, അതും ഈ പറയുന്ന ആരെങ്കിലും ബോധപൂർവ്വം ഒരു പേര് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ല. സെപ്റ്റുജിൻ്റ് 70 പേര് പണ്ഡിതന്മാരെഴുതി ഗ്രീക്കിൽ ആദ്യമായിട്ട് പഴയ നിയമം പരിഭാഷപ്പെടുത്തിയതാണ്. അത് സെപ്റ്റുജിൻ്റ് എന്ന പേരും ഒരു കാഷ്വലായിട്ട് വന്നു പോയതാ എന്ന് പറഞ്ഞതുപോലെ മലങ്കര ബൈബിളും കാഷ്വലായിട്ട് വന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതിൽ കൂടുതൽ വലിയ ക്ലെയിമൊന്നും ഇല്ല. തോമാസ് ശ്ലീഹായുടെ ഒരു പ്രേക്ഷിത ഇടമെന്ന നിലയിൽ അതെ, പൊതുവായി പറയപ്പെടുന്ന ഒരു പേര് കൂടിയാണ്. അതെ, നമുക്കൊരു അവകാശപ്പെടാൻ പറ്റുന്നൊരു പദമായിട്ട് എനിക്ക് തോന്നി. യാതൊരു വിഭാഗീയതകളും ഇല്ലാതെ ആളുകൾക്ക് ഒരുപോലെ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പദവും. അതെ 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 അതെ